ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ മാസ്റ്റർ നമ്പർ 11 കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ പല ആളുകളുടെയും ലൈഫ് പാത്ത് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ അതും ഒരു 11 എന്ന് പറയുന്ന, അതായത് മാസ്റ്റർ നമ്പറാണ് 11, 22, 33. അപ്പോൾ അതിൽ 11 എന്ന് പറയുന്ന ആ ഒരു നമ്പർ ലൈഫ് പാത്ത് നമ്പറായിട്ട് വരുന്ന ആളുകളുടെ ആ ഒരു വേ ഓഫ് ലീവിങ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവ സവിശേഷത, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതം അവരുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഈ 11 എന്ന് പറയുന്ന നമ്പർ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് 11, 111, അല്ലെങ്കിൽ 1111, അല്ലെങ്കിൽ 1ൻ്റെ ഒരു പാറ്റേൺ ഒക്കെ ഇങ്ങനെ ഒരു ദിവസം തന്നെ പലതവണ കാണുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ 11 എന്ന് പറയുന്ന നമ്പർ എത്രത്തോളമാണ് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എന്നുള്ളത് ഞാൻ പറയുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു നല്ല പോസിറ്റീവ് അപ്രോച്ച്, നല്ല പ്രോത്സാഹനം, നല്ല സജഷൻസ്, സ്നേഹം ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ 11 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു പുതിയ തുടക്കത്തിന്, ന്യൂ ബിഗിനിങ്, അതിനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് 11 എന്ന് പറയുന്ന ആ ഒരു നമ്പർ. അപ്പോൾ 11 നമ്മളുടെ ലൈഫ് പാത്ത് നമ്പറായിട്ട്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൂടി ചേർത്ത് കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന ആ ലൈഫ് പാത്ത് നമ്പർ, അതിനെ 11 കിട്ടുന്നെങ്കിൽ 11നെ പിന്നെ നമ്മൾ ചെറുതാക്കില്ല, ബിക്കോസ് 11 എന്ന് പറയുന്നത് മാസ്റ്റർ നമ്പർ ആയതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് 1ൻ്റെ ഒരു പാറ്റേൺ ഒക്കെ കാണുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ശരീരം, മനസ്സ്, ആത്മാവെന്ന് പറയുന്ന ആ ഒരു 3 ഘടകങ്ങളിൽ ആത്മാവെന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. അപ്പോൾ അതിന് ഒരുപാട് പഴയ ജന്മങ്ങൾ എടുത്തതിന് ശേഷം പുതിയ ആ ഒരു ശരീരത്തിൽ കയറി ഈ ഒരു ലൈഫ് ടൈമിൽ എത്തുമ്പോൾ അതൊരു ഓൾഡ് സോളാണെന്നാണ് അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം. നിങ്ങളൊരു ഓൾഡ് സോളാണ്. ഒരുപാട് ഒരു ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവങ്ങൾ ഒക്കെ ആ ഒരു സോൾ ലെവലിൽ നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ അത് ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, ഫിസിക്കൽ ബോഡിയിൽ ചിലപ്പോൾ ആ ഒരു ഏജ്, അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ടൈമിൽ നമ്മൾക്ക് കിട്ടിയ ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അനുഭവ സമ്പത്ത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ അത്രയും ആ ഒരു ജീവിതത്തിൻ്റെ അത്രയും ഡെപ്തിലൊന്നും നമ്മൾ എത്തിച്ചേരുന്നില്ലെങ്കിലും നമ്മളുടെ സോൾ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ ആ ഒരു ഡീപ്പ് ഡൗൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു ആത്മാവ് എന്നുള്ള രീതിയിൽ ഓൾഡ് സോളാണ് ഈ 11 എന്ന് പറയുന്ന മാസ്റ്റർ നമ്പറോ അല്ലെങ്കിൽ 11 ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന ആളുകളിൽ ഭൂരിഭാഗവും. അപ്പോൾ നമുക്ക് ആ ഒരു ഓൾഡ് സോൾ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ലൈഫ് ടൈം, ഈ ഒരു ജന്മത്തിലെ നമ്മളുടെ ആ ഒരു ജീവിത കാലചക്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം, അതായത് ഒരു 35 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 39-40 വയസ്സിന് ശേഷം ആണ് ആ ഒരു ജീവിതത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ മറുപുറം അല്ലെങ്കിൽ മറുവശം പോലെ ജീവിതത്തിന് മറ്റൊരു ഘട്ടം അല്ലെങ്കിൽ ഒരു ഘടകം കൂടിയുണ്ട്. അതായത് ഒരു ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് നമ്മളുടെ കൂടെയുള്ളവർ, അല്ലെങ്കിൽ പേരൻസ്, അല്ലെങ്കിൽ സമൂഹം, അല്ലെങ്കിൽ മുന്നേ നടന്നുപോയ ആളുകൾ എല്ലാം ഇങ്ങോട്ട് അടിച്ചേൽപ്പിച്ച് തന്ന കാര്യങ്ങൾ ഒന്നുമല്ല സത്യം. അതല്ല ജീവിതം എന്നുള്ള രീതിയിൽ നമ്മളൊരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്ത് ഈ ഒരു നാണയത്തിൻ്റെ അടുത്ത വശം എന്നുള്ള രീതിയിൽ ലോ വൈബ്രേഷനിൽ നിന്ന് ഹൈ വൈബ്രേഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഒരു ഓൾഡ് പാറ്റേൺ ഒക്കെ വളരെയധികം നിർത്തി അവരുടെ കാർമിക് സൈക്കിളൊക്കെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ പുതിയ ഒരു തുടക്കം പോലെ ഒരു ജീവിതം അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് അവരുടെ തോട്ട്സ്, ഫീലിങ്സ് എല്ലാം ആ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒക്കെ നമ്മളൊരു സൂപ്പർ മാനിഫെസ്റ്ററൊക്കെ ആയിക്കൊണ്ട് ഒക്കെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ഈ 1111 അല്ലെങ്കിൽ 11ൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ മാസ്റ്റർ നമ്പർ 11 ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഏജിൻ്റെ ഒരു ഡിഫറൻസ്? കാരണം
അതിന് മുന്നേ ഒരു 20 വയസ്സ് 22 വയസ്സിലൊക്കെ ഈ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്, സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ആ ഒരു മുക്തി മോക്ഷ എന്ന് പറയുന്ന ആ ഒരു ലെവൽ വരെയൊക്കെ എത്തിയതിന് ശേഷം അവർക്ക് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ജീവിതം, റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ബന്ധങ്ങൾ മുന്നിൽ വരുമ്പോൾ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവർ ഏത് രീതിയിൽ നോക്കിക്കാണണം എന്നുള്ള രീതിയിൽ നമുക്ക് ജീവിച്ച് പോകാനായിട്ട് ആ ഒരു ഏജിൽ ഇത്തരത്തിലുള്ള അറിവിൻ്റെ ഒരു ഭണ്ഡാരം നമ്മൾക്ക് പ്രപഞ്ചശക്തി ഓപ്പണാക്കി തരാത്തതെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ ആ ഒരു കിടക്കുന്ന ഒരുപാട് കർമ്മം അത് തീർക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു ഏജ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം അത്രത്തോളം നമുക്ക് തരികയും. അപ്പോൾ ഇതിന് ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ 11 അല്ലെങ്കിൽ 111 അല്ലെങ്കിൽ 1111 ഒക്കെ കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് വരികയും ഒരു മലയുടെ മുകളിലേക്ക് കയറാനായിട്ട് ഒരു തയ്യാറെടുപ്പെടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് ചുമ്മാതെ ഇങ്ങനെ ഓടിക്കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള സൂട്ട്സ്, ഡ്രസ്സ്, പിന്നെ ഷൂസ്, അല്ലെങ്കിൽ അങ്ങ് മുകളിലേക്ക് കയറുമ്പോൾ ഉപയോഗിക്കേണ്ട റോപ്സ്, പിന്നെ നമ്മളിലേക്ക് വേണ്ടുന്ന ഓക്സിജൻ, അതിൻ്റെ അത്തരത്തിലുള്ള ആക്സസറീസ്, പിന്നെ നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളെ ഒന്ന് സ്റ്റേബിൾ ആക്കുക. കാരണം മുകളിലേക്ക് കയറുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറൊക്കെ കൊണ്ട് നമുക്ക് ശ്വാസം കിട്ടാത്ത ഒരു നിലപാടൊക്കെ എത്തുമ്പോൾ ആ ഒരു ശ്വാസത്തിനെ അത്തരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എക്സസൈസും, ഫിസിക്കലായിട്ടുള്ള എക്സസൈസും, പിന്നെ നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഒരു മല കയറാൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഓൾഡ് പാറ്റേൺ ഒക്കെ വിട്ടിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ചെറിയ മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങുന്നതാണ് ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എടുക്കുന്ന തയ്യാറെടുപ്പ് പോലെ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മെഡിറ്റേഷനൊക്കെ അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന 11 അല്ലെങ്കിൽ 111 അല്ലെങ്കിൽ 11 അങ്ങനത്തെ 1ൻ്റെ ഒരു പാറ്റേൺ ഒരുപാട് കാണാനായിട്ട് തുടങ്ങും. അതായത് അവിടെ നമുക്ക് പ്രപഞ്ചശക്തി പറഞ്ഞു തരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു പഴയ വെർഷനൊക്കെ വിട്ടിട്ട് പുതിയൊരു തലത്തിലേക്ക്, ഒരു പുതിയ രൂപാന്തരം നിങ്ങൾക്ക് തന്നെ വരുത്തിക്കൊണ്ട് നിങ്ങളൊരു പുതിയ വ്യക്തിയായിക്കൊണ്ട് ജീവിതം എങ്ങനെയാണെന്ന് മാറ്റി നിങ്ങൾ തന്നെ എഴുതി ആ ഒരു രീതിയിൽ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ പഴയതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അവിടുന്ന് ഇല്ലാതായി പോയാലേ പുതിയത് അവിടേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അതൊരു ചലഞ്ച് ആവാം, ചിലപ്പം അത് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ഈഗോ ഡെത്ത് പോലെയൊക്കെ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആവാം, വലിയ ഓപ്പർച്യൂണിറ്റീസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ള പലതും നഷ്ടപ്പെടുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് ഒരു വലിയ അസുഖമൊക്കെ വന്നതിന് ശേഷം ഒരു റിക്കവറി പോലെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരുന്നതാവാം. ഏതായാലും ഇതിനെയെല്ലാം സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണോ? യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ഗ്രേറ്റ്ഫുള്ളായിട്ട്, അയ്യോ ഇതെന്തിനാ എനിക്ക് തന്നേന്നുള്ള ഒരു രീതിയല്ല, വളരെ പോസിറ്റീവായിട്ട് പവർഫുള്ളായിട്ടും അത്രയും ഗ്രേറ്റ്ഫുള്ളായിട്ട് അതിനെ സ്വീകരിക്കാൻ ഉള്ള ഒരു മനസ്സിൻ്റെ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി എന്താണ്, യൂണിവേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസ് എന്താണെന്ന് അറിയാൻ അത്രയും ക്യൂരിയസ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ സഞ്ചരിക്കാൻ റെഡിയാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയാണ് നമ്മൾ ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് തുടങ്ങി 1, 2, 3 സ്റ്റെപ്പൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 1111 അല്ലെങ്കിൽ 1ൻ്റെ ഒരു പാറ്റേൺ കാണുന്നത്. പിന്നെ എല്ലാ സ്ട്രഗിളും എടുത്ത് ചിലപ്പോൾ മഞ്ഞ് വീഴും, ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടും, ചിലപ്പോൾ മഴ കാണും, ചിലപ്പോൾ 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ 4 സ്റ്റെപ്പ് താഴേക്ക് സ്ലിപ്പാവും. അങ്ങനെ നമ്മൾ വളരെ പെയിൻഫുള്ളായിട്ടുള്ള രാത്രി എന്നില്ല പകലെന്നില്ല ഫുഡില്ലാതെ ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ സ്ട്രഗിൾ എല്ലാം എടുത്ത് എത്രയോ കാലങ്ങൾ, ചിലപ്പം ദിവസങ്ങളാവാം, മാസങ്ങളാവാം, ആഴ്ചകളാവാം, ഒക്കെ എടുത്ത് ആ കുന്നിൻ്റെ മുകളിൽ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇറ്റ്സ് വെരി അമേസിങ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഒരു ഭംഗി എത്രയാണെന്ന്. അപ്പോൾ അതിൻ്റെ മുകളിൽ അങ്ങ് ചെന്ന് ലാൻഡ് ചെയ്ത് അപ്പം ഞാനിത് നേടിയെടുത്തു അല്ലെങ്കിൽ ഞാനിത് ചെയ്തു എന്നുള്ള എൻ്റെ ഒരു വിജയമായിട്ട് നമ്മളത് സന്തോഷിച്ച് ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സമയത്തും നമ്മൾ 1ൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 111 അല്ലെങ്കിൽ 1111 നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും.
അപ്പം നമ്മളുടെ ആ ഒരു തലം ഈ കുന്നിലേക്ക് കയറുന്ന ആ ഒരു രീതിയല്ല. അപ്പം നമ്മൾ ലോ വൈബ്രേഷനിൽ നിന്ന് ഹൈ വൈബ്രേഷനിലേക്ക് എത്തിയപ്പോൾ അവിടെ യൂണിവേഴ്സൽ ഫോഴ്സ് നമുക്ക് പറയുന്ന കാര്യം, ഒരുപാട് സ്ട്രഗിളൊക്കെ എടുത്ത് ഒരുപാട് പെയിനൊക്കെ നമ്മൾ അനുഭവിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ട്രോമാസും ഹീല് ചെയ്ത് മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തമാവുന്ന രീതിയിൽ ഇപ്പം വളരെ പോസിറ്റീവായിട്ടും വളരെ പവർഫുള്ളായിട്ടും വളരെ ഗ്രൗണ്ടഡായിട്ടും വളരെ പീസ്ഫുള്ളായിട്ടും ഒക്കെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രപഞ്ചശക്തിയോട് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക, വിശ്വാസം ഉണ്ടായിരിക്കുക. പ്രപഞ്ചശക്തി എൻ്റെ കൂടെയുള്ളപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഈശ്വരീയ ചൈതന്യം സദാ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഴില്ല, എന്നെ വീഴ്ത്തില്ല. ഈ ഭൂമിയിൽ ഈ ഒരു ജന്മത്തിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കണോ അത് തീരാൻ വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ശക്തിയും പ്രാപ്തിയും ബുദ്ധിയും അറിവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കാൻ ആ ഒരു വലിയ ശക്തി എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ വീഴില്ല. എല്ലാ ഓപ്പർച്യൂണിറ്റീസും വരുമ്പോൾ വിജയം എനിക്ക് തന്നെ ആയിരിക്കും. കാരണം ഞാൻ അപ്പോഴത്തേക്കും ആ ഒരു പ്രപഞ്ചശക്തിയുടെ വെറും ഒരു ഉപകരണം, ഒരു ടൂൾ അല്ലെങ്കിൽ മെഷീനായി മാറിക്കഴിഞ്ഞു. പിന്നെ അന്നേരം നമ്മളിലൂടെ പ്രപഞ്ചശക്തി മറ്റ് ആ ഒരു ഡബിൾ എനർജിയിൽ നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന ആളുകളോട് ഈശ്വരനാണ് എല്ലാം, ഈശ്വരനാണ് സത്യം, അല്ലെങ്കിൽ പ്രപഞ്ചമാണ് സത്യം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മളെ ഒരു മെഷീനാക്കി ഒരു ടൂളാക്കി മാറ്റി, അങ്ങനെ നമ്മളൊരു ചോസൺ വൺ ആയി എന്നുള്ളൊരു തിരിച്ചറിവ് ആ കുന്നിൻ്റെ മുകളിൽ എത്തുമ്പോഴും നമ്മൾ ഈ വണ്ണിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ കാണും. അപ്പോൾ അതാണ് നമ്മളുടെ ജീവിതത്തിൽ ഈ ഡബിൾ വൺ അല്ലെങ്കിൽ വണ്ണിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഏത് ഘട്ടത്തിൽ കാണുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ അതുമായിട്ട് ഒന്ന് നിങ്ങളുടെ ജീവിതം ഒന്ന് റെസൊനേറ്റ് ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഈ ഡബിൾ വൺ അല്ലെങ്കിൽ വണ്ണിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ലൈഫ് ഓപ്പർച്യൂണിറ്റീസുമായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ വണ്ണിൻ്റെ ഈ ഒരു വേർഷൻ അല്ലെങ്കിൽ പാറ്റേൺസ് പറഞ്ഞു തരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പഴയ ഒരു വ്യക്തിയല്ല, ഹൈ വൈബ്രേഷൻ എനർജിയിൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഓറ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നില്ലെങ്കിലും നിങ്ങളൊരു പൊതുസ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ കാണുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആ ഒരു എനർജിയുടെ ആ ഒരു വൈബ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാഗ്നറ്റിക് പവർ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്ന ആ ഒരു എനർജി ഫ്രീക്വൻസി ഒക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ നമ്മളെ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കുന്നത് അതുകൊണ്ടാണ്. അറിയാത്ത ആളുകൾ പോലും ഒരു 2 സെക്കൻഡ് നമ്മളെ നോക്കി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വളരെ വളരെ പ്രകാശപൂരിതമാകുന്ന രീതിയിൽ നമ്മളുടെ ഓറ വളരെ ശക്തമാവും. ഡബിൾ വൺ ഒക്കെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ മാസ്റ്റർ നമ്പർ 11 ആയിട്ടുള്ള ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ള സമയത്ത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഭൂമിയിൽ ചുമ്മാതെ ജനിച്ച് കുറേ കാലം ജീവിച്ച് പിന്നെ അങ്ങ് മരണപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ജനിച്ചവരല്ല. നിങ്ങൾ എന്തിനോ കാര്യത്തിൽ വളരെ മാസ്റ്റർ ആയിക്കൊണ്ട് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നിങ്ങൾ തേടി കണ്ടുപിടിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് നിങ്ങളൊരു പ്രകാശമായി മാറണം. അത് ഏത് രീതിയിലായാലും, ഗൈഡൻസ് കൊടുക്കുന്ന രീതിയാണോ, അല്ലെങ്കിൽ ടാരറ്റ് റീഡിങ്, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി, അല്ലെങ്കിൽ റീക്കി ഹീലിംഗ്, അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡീസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എന്തായാലും ശരി, അതിലൂടെയൊക്കെ കിട്ടുന്ന ആ ഒരു കാര്യം നമ്മളുടെ മുന്നിൽ സഹായം തേടി വരുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ഒരു ഭൂമിയിലെ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ബിഗ് പർപ്പസ് ആണുള്ളത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നിലകൊള്ളേണ്ട ആൾക്കാരാണെന്നാണ് ഈ 11 എന്ന് പറയുന്ന മാസ്റ്റർ നമ്പർ ആയാലും അല്ലെങ്കിൽ ഈ ഒരു വണ്ണിൻ്റെ പാറ്റേൺ നമ്മൾ കാണുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മളൊരു ഓൾഡ് സോളാണ് എന്ന് അവിടെ പറയുന്നു. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിലേക്കൊക്കെ നിൽക്കുന്ന സമയത്ത്, ആ ഒരു എനർജിയിലേക്ക് ടാപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് യു വിൽ ബി എ സൂപ്പർ മാനിഫെസ്റ്റർ. കാരണം നമുക്ക് വെട്ടിപ്പിടിക്കണം അല്ലെങ്കിൽ നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ചേസർ മോഡിൽ നിന്നൊക്കെ നമ്മൾ മാറിക്കൊണ്ട്, അറ്റാച്ച്മെൻറ്റ് അഡിക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു മോഡിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നമ്മൾ വളരെ ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ട്, നമുക്ക് അറ്റാച്ച്മെൻറ്റ് എപ്പോഴും പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയുമായിട്ട് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അലൈൻ ആയിക്കൊണ്ട് അല്ലെങ്കിൽ കണക്റ്റഡ് ആയിക്കൊണ്ട്, നമുക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, പ്രപഞ്ചശക്തിയുടെ പാദങ്ങളുടെ അടുത്ത് അങ്ങനെ ഇരുന്നാൽ മതി, നമുക്ക് വേണ്ടതെല്ലാം അവിടെ നിന്ന് തന്നോളും എന്നുള്ളൊരു നിലപാടിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് ആപ്റ്റായിട്ട് ഓരോ നിമിഷം എന്ത് വേണോ അത് നമ്മളുടെ മനസ്സിൽ തോന്നുകയും ആ ഒരു എനർജി പ്രപഞ്ച ശക്തിയുമായിട്ട് കണക്റ്റഡ് ആവുകയും അത് നമ്മളുടെ റിയാലിറ്റിയിലേക്ക് വളരെ ഫാസ്റ്റായിട്ട്
കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാറുന്ന ഒരു സൂപ്പർ മാനിഫെസ്റ്റർ ആവും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആവാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഈ മാസ്റ്റർ നമ്പർ 11 ആണെങ്കിലും 1ൻ്റെ ഒരു പാറ്റേൺ നമ്മൾ കാണുമ്പോൾ ഉള്ള പോസിറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ പോസിറ്റീവ് മാനറാണ്. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടായി, ആ അനുഭവങ്ങളെല്ലാം വളരെ പെയിൻഫുള്ളായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ലെസൺസ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് മാറ്റിക്കൊണ്ട് കാർമിക് സൈക്കിളിനൊക്കെ ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കൊക്കെ കൊടുത്തുകൊണ്ട് പുതിയൊരു സൈക്കിൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയി ഒരു പീപ്പിൾ പ്ലീസർ ആവുന്നില്ല. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കുറച്ച് പേഴ്സണൽ സ്പേസ് കൊടുത്തുകൊണ്ട് ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അവിടെ ഒരു അഹംഭാവമോ അല്ലെങ്കിൽ ഒരു പൊസസീവ്നെസ്സോ അല്ല. ഞാനെന്ന് പറയുന്നത് പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയുടെ ഒരു ക്രിയേഷനാണ്, അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് എൻ്റെ സുപ്രീം പേരൻ്റാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല എന്നുള്ള രീതിയിൽ എന്നെ തന്നെ ഫസ്റ്റ് പ്ലേസിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയും സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ ഒക്കെ കൂടുതൽ എനിക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് എപ്പോഴും ഒരു സെൽഫ് ഡിസ്കവറി പോലെ വാട്ട്സ് ദ വർത്ത് ഇൻ മീ, എന്നിലെ മൂല്യം എന്താണ് എന്നൊന്ന് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ത്വരയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുമ്പോൾ നമ്മളുടെ വ്യൂസ് ആർക്കത്ത് തുറന്നു പറയാനും നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ധൈര്യം, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് ആപ്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഡൗൺഫോൾസോ അല്ലെങ്കിൽ ജീവിതത്തിൽ തോൽവിയിലേക്ക് ചെന്ന് വീണു പോകാതെ വളരെ ഇൻഡ്യൂട്ടീവ് ആവുക. ഇൻഡ്യൂഷൻ വളരെ ഷാർപ്പാവുന്ന ഈ മാസ്റ്റർ നമ്പർ 11 എന്ന് പറയുന്ന അല്ലെങ്കിൽ 11ൻ്റെ പാറ്റേൺ കാണുന്ന ആളുകളെല്ലാം ഹൈലി ഇൻഡ്യൂട്ടീവാണ്. അപ്പോൾ അത്തരത്തിൽ ഇൻഡ്യൂഷനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ റൈറ്റായിട്ടുള്ള ശരിയായ ദിശയിലേക്ക് ശരിയായ തീരുമാനമെടുത്തുകൊണ്ട് ഓരോ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുന്നിൽ വരുമ്പോഴത്തേക്ക് അയ്യോ ഇനി എന്താണ് അടുത്ത പ്രശ്നം വന്നോ എന്നുള്ളൊരു നെഗറ്റിവിറ്റി തോട്ടല്ല, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗിവിങ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ പോസിറ്റീവും വളരെ സന്തോഷമായിക്കൊണ്ട് അതിൽ നിന്നെല്ലാം വളരെ അച്ചീവ് ചെയ്ത് ഒരു സക്സസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ ഒരു അമേസിങ് ലൈഫിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള ആളുകളാണ് ഈ 11 എന്ന് പറയുന്ന നമ്പർ കാണുകയോ മാസ്റ്റർ നമ്പർ 11 ആയിട്ടുള്ള ആളുകൾ. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിൽ തന്നെ ഒരു സെൽഫ് ഡിസ്കവറി പോലെ നമ്മൾക്കൊരു അറിവ് എവിടുന്നെങ്കിലും കിട്ടുമ്പോൾ, അറിവെന്ന് പറയുമ്പോൾ ഒരു സോളിഡ് പീസ് പോലെ അല്ലെങ്കിൽ അതിൻ്റെ പുറം മാത്രം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോം പോലെ എന്തെങ്കിലും ഒരു അറിവ് നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അതിൻ്റെ എന്താണെന്നുള്ളൊരു റിസർച്ച് വർക്ക് നടത്തുകയും അതിൻ്റെ ശരി എന്താണ് തെറ്റെന്താണ് അല്ലെങ്കിൽ ഡൂസ് എന്താണ് ഡോൺസ് എന്താണ് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന ആളുകൾക്ക് അതിനെ നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇത് മാറ്റിക്കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇനി നടന്നു പോകുന്നവരും ചതിക്കുഴിയിൽ വീഴരുത് അല്ലെങ്കിൽ കുഴിയിൽ വീണു പോകരുതെന്ന് കരുതി നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഡിവൈൻ ഫോഴ്സിൻ്റെ ഗൈഡൻസോടുകൂടി സഹായിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു റിസർച്ച് മാനറിൽ അല്ലെങ്കിൽ ഒരു റിസർച്ച് മോഡലിൽ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് മാസ്റ്റർ നമ്പർ 11 അല്ലെങ്കിൽ 11ൻ്റെ ഒരു പാറ്റേൺ എപ്പോഴും കാണുന്ന ആ ഒരു ആളുകളുടെ ആ ഒരു സോൾ ലെവലിലുള്ള ആ ഒരു രീതി. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വളരെ ഇൻറ്റ്യൂട്ടീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സൈക്കിക് എബിലിറ്റീസ്, ക്ലെയറോയൻസ്, ക്ലെയർഓഡിയൻസ്, പിന്നെ അതുമാത്രമല്ല ഈ ടാരോട്ട് റീഡിങ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയുടെ പല ഡയമെൻഷനിൽ നിന്നും പല ആ ഒരു ഡിവൈൻ ഫോഴ്സിൻ്റെ ഗൈഡൻസ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് ആ ഒരു ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആയിക്കൊണ്ട് നമ്മളുടെ മുന്നിൽ ഒരാൾ വരുന്ന സമയത്ത് അവരെ കുറച്ച് നേരം അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഹേവിയർ പാറ്റേണിസം അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ ഇൻറ്റ്യൂട്ടീവായിട്ട് വളരെ സൈക്കിക് ആയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ എല്ലാം കിട്ടാനുള്ള എബിലിറ്റീസ് നമ്മളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഈ 11 മാസ്റ്റർ നമ്പർ ആയിട്ടുള്ളതും അല്ലെങ്കിൽ 11ൻ്റെ ഒരു പാറ്റേൺ കാണുന്ന ആളുകളുടെയൊക്കെ ഒരു ക്വാളിറ്റിയാണ്. പിന്നെ ഇവരുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അവരൊരു ഹീലർ ആയിരിക്കും, അല്ലെങ്കിൽ
ഒരു എംപാത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൻ്റെ ഒരു മീഡിയേറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ വളരെ മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ സങ്കടപ്പെട്ട് വരുന്ന ആളുകൾ പെട്ടെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അവരെ വളരെയധികം ആശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ഉള്ള ആളുകളായിരിക്കും മാസ്റ്റർ നമ്പർ 11 അല്ലെങ്കിൽ 11ൻ്റെ ആ ഒരു സീക്വൻസ് ഇങ്ങനെ കണ്ട് പോകുന്ന ആ ഒരു സോൾ ലെവലിലുള്ള ആളുകൾ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ മിസ്റ്റിക്കലായിരിക്കും, അല്ലെങ്കിൽ വളരെ മാഗ്നറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ മാജിക്കലായിരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചിലപ്പം വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞ് ഇത്തിരി കഴിയുമ്പോഴത്തേക്കും അതിന് ആ ഒരു ആപ്റ്റായിട്ടുള്ള നമ്മളുടെ മനസ്സിൽ തോന്നിയ കാര്യം അത് നടന്നു അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞു. അതൊരിക്കലും ആ ഒരു ഡബിൾ എനർജി അല്ലെങ്കിൽ ഡാർക്ക് എനർജി കണക്ക് നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ പറയുന്നതാണ് അങ്ങോട്ട് പറഞ്ഞു തീർന്നില്ല, അതിനൊക്കെ സംഭവിച്ചു, അങ്ങനെയല്ല. നമ്മൾ വരാൻ പോകുന്ന എന്തെങ്കിലും ഒരു ആപത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ വരാൻ പോകുന്ന ഒരു ക്രൈസിസ് ആയിരിക്കും. അപ്പം നമുക്കത് മനസ്സിൽ തോന്നുകയും അത് വരും എന്നുള്ളൊരു ചിന്ത കൊണ്ട് ആ ക്രൈസിസ് വരുന്നതിന് മുമ്പ് അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ തോന്നിക്കൊണ്ട് നമ്മളത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വയ്ക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വരുമ്പോൾ അതങ്ങ് റിസോൾവ് ചെയ്യും എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് വളരെ മിസ്റ്റിക്കലായിട്ട് എപ്പോഴും നമുക്ക് ആ ഒരു പ്രപഞ്ച ശക്തിയുമായിട്ട് അല്ലെങ്കിൽ സ്പിരിറ്റ് ആനിമൽസ് അല്ലെങ്കിൽ ചുറ്റിനും ആ ഒരു പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് സിൻക്രോണിസിറ്റി ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ അതുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അപ്പോൾ സാധാരണ ഒരാൾ കാണുമ്പോൾ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ കടന്നുപോയി എന്ന് തോന്നുമ്പോൾ ആ ഒരു വണ്ടി കടന്നുപോയി, അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഹൈ വൈബ്രേഷൻ എനർജിയിൽ ഇത്തരത്തിൽ മാസ്റ്റർ നമ്പർ 11 ഒക്കെ കൊണ്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കാണുന്ന നമ്പർ കണ്ടിട്ട് അവിടെ യൂണിവേഴ്സൽ ഫോഴ്സ് അന്നേരം നമ്മൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്, ഇൻഫർമേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സിനോട് നമ്മൾ പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അന്നേരം നമ്മളുടെ മുന്നിൽ വരുന്നൊരു ക്രൈസിസ് ചിലപ്പോൾ ഇല്ലാതായി പോകാനും അതൊക്കെ സഹായിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ട്രോമാസ് എല്ലാം വളരെയധികം ഹീലായിക്കൊണ്ട് നമ്മൾ വളരെ പവർഫുള്ളായി വളരെ പോസിറ്റീവായി ഒക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ നല്ലതിനുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇനി ഈ ഒരു 1ൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ 1111 ഒക്കെ കാണുന്നത് ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലാണ് എങ്കിൽ നമുക്ക് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ നാണയത്തിൻ്റെ എതിർവശം പോലെ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്നാൽ പോരാ, ജീവിതത്തിന് വേറൊരു തലം കൂടിയുണ്ട്, ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു തലമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സോള് അത് കഴിഞ്ഞ ജന്മത്തിലൊക്കെ എത്രയോ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് ആ ഒരു സ്പിരിച്വൽ ആ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മനസ്സെന്ന് പറയുന്ന ആ ഒരു തലം വിട്ടിട്ട് മെറ്റാഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് ആ ഒരു രീതിയിലേക്കൊക്കെ ഉയർന്ന് നമ്മളുടെ കോൺഷ്യസ്നെസ് ഉയർത്തണം എന്നുള്ള രീതിയിൽ നമുക്കൊരു ഹിൻഡ് പോലെ ഈ ഒരു 1ൻ്റെ ഒരു പാറ്റേൺ ഒക്കെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ നെഗറ്റീവ് സിറ്റുവേഷനിലാണ്. അതായത് നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള സ്ട്രെസ്സ്, എക്സ്ട്രീം ആയിട്ടുള്ള ആൻസൈറ്റി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഷാലോ വാട്ടർ പോലെ നമ്മളുടെ എനർജി വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് നിൽക്കുക, വളരെ പൊസസീവ് ആവുക, വളരെ കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ആ ഒരു ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൽ എനർജി വേണ്ടുന്നതും വേണ്ടാത്തതായിട്ട് അതിനെ വളരെ പ്രിസർവ് ചെയ്ത് നമ്മളുടെ ശരീരത്തിൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ഗോൾസിന് വേണ്ടിയിട്ട് അത് ട്രാൻസ്മ്യൂട്ട് ചെയ്ത് ആ ഒരു എനർജിയെ മാറ്റുന്നതിന് പകരം നമ്മൾ വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് അതും നമുക്കൊന്ന് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ സെക്ഷൽ എനർജിയൊക്കെ വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം. പിന്നെ നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ പലതുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആവുക അല്ലെങ്കിൽ പലരുമായിട്ട് വളരെ ഡിപ്പെൻഡബിൾ ആവുക, കോഡിപ്പെൻഡൻസി ഇഷ്യൂസ് വരിക. കാരണം എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാൽ ശരിയാവില്ല, അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് ആരെങ്കിലും ഒരാൾ വേണം, കൂട്ട് വേണം എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഒക്കെ വരുമ്പോൾ നമ്മളുടെ സോൾ ലെവലിൽ പറയുന്നു അതിൻ്റെ ആവശ്യമില്ല,
നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സോള് വളരെ പവർഫുൾ ആയതുകൊണ്ട് അതിനെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു തലത്തിൽ നിന്ന് പുറത്തിറങ്ങൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു നല്ലതും തരുന്നില്ലെന്ന് മാത്രമല്ല, അത് പതുക്കെ 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 നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ കാർന്ന് തിന്ന് നെഗറ്റിവിറ്റിയുടെ അങ്ങ് താഴത്തേക്ക് കൂപ്പൂത്തി വീണു പോകും. അതുകൊണ്ട് മാറൂ, അല്ലെങ്കിൽ ഉണരൂ എന്നൊക്കെയുള്ള, സോൾ ലെവലിലൊന്ന് ഉണരൂ എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ആ നെഗറ്റീവ് സിറ്റുവേഷനിൽ ഈ വണ്ണിൻ്റെ ഒരു വലിയ പാറ്റേൺ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മാസ്റ്റർ നമ്പർ 11 ആണെങ്കിലും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിൽ ഇത്തരത്തിലൊക്കെ നമുക്ക് തോന്നുന്നത്. പിന്നെ നമുക്കുണ്ടാവുന്ന ആ ഒരു ഹ്യൂജ് ഈഗോ, അത് അങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ ഓരോ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ നോക്കി കാണുമ്പോൾ വളരെ ഓവർവെൽമിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ഒരുപാട് കെട്ടിയിട്ട ഒരവസ്ഥയിൽ, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഈഗോ ഇങ്ങനെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പിടിവിട്ട് കളയാനും വയ്യ, എന്നാൽ പിടിക്കാനും വയ്യ, ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു രീതിയിൽ നമ്മൾ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റിവിറ്റിയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മളുടെ രീതിയിലുള്ള മാനിപ്പുലേഷൻസ്, അത് ഇമോഷണൽ മാനിപ്പുലേഷൻസ് ആവാം, അല്ലെങ്കിൽ ഫിസിക്കൽ മാനിപ്പുലേഷൻസ് ആവാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ എന്നെ കൊണ്ടത് കഴിയുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യത്തിന് എനിക്ക് സക്സസ്ഫുള്ളായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമോ എന്നൊന്നും നമുക്കറിയാത്ത രീതിയിൽ നമ്മൾ വളരെ ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ഭയം ഒരുപാട്, അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ ആ ഒരു വേർഷനിൽ നിൽക്കുമ്പോൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക്, അല്ലെങ്കിൽ തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, നമ്മൾ നമ്മളെ തന്നെ പഴിക്കുകയും ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഈശ്വരനെ തന്നെ പഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ, അവിടെ ആ ഒരു സോൾ ലെവലിൽ നിങ്ങൾ ഇതിൽ നിന്നെല്ലാം ഉയർന്ന് വരണം എന്നുള്ളൊരു അവെയ്ക്കനിങ് ആദ്യം അവിടെ തരുന്നതാണ് നമുക്ക് ഈ ഒരു വണ്ണിൻ്റെ ആ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാസ്റ്റർ നമ്പർ 11 ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു നമ്പേഴ്സ് നമ്മൾ റാൻഡമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങളുടെ ആ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം കുറച്ച് സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്ത് നിങ്ങളുടെ ഹയർ കോൺഷ്യസ്നസ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് നിങ്ങളുടെ എനർജി ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ സോളിനൊരു ഇവോൾവ്മെൻ്റ് ഒക്കെ കൊടുത്ത് അത്തരത്തിൽ നമ്മളൊന്ന് ഉയരുക എന്നൊക്കെയുള്ള രീതിയിലാണ് നെഗറ്റീവ് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഈ വണ്ണിൻ്റെ ആ ഒരു പാറ്റേൺ കാണുന്നത്. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു കുന്നിലേക്ക് കയറാൻ കുറച്ച് സ്റ്റെപ്പ് വയ്ക്കുകയും അവിടെ നിന്ന് നമ്മൾ താഴേക്ക് വീഴുകയും, അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കുമ്പോൾ ഇത്രയും വലിയ കുന്ന് ഞാൻ കയറുമോ, എനിക്ക് കയറാൻ പറ്റുമോ, അതിന് എത്ര ദിവസം എടുക്കും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു ഇതാണ് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ തരുന്ന ആ ഒരു മെസ്സേജ്. അതിനുശേഷം സകല ശക്തിയും എടുത്ത് ഈ പറയുന്ന ഹ്യൂജ് ഈഗോയിൽ നിന്ന് ഈഗോയ്ക്ക് ഡെത്ത് സംഭവിക്കുന്നത് പോലെ നമ്മൾ ഇങ്ങനെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിൽ എൻ്റേതാണെന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നതല്ല, നമ്മളൊരു തിരിച്ചറിവ് കിട്ടി, ഒരു സെൽഫ് റിയലൈസേഷനൊക്കെ നമുക്ക് വന്നതിന് ശേഷം നമ്മൾ ഈശ്വരനെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ കയ്യിരിക്കുന്നതിനെല്ലാം ചുമ്മാതെ വിട്ടുകളയാൻ, ഒന്നും മുറുക്കി പിടിച്ചു വയ്ക്കുകയല്ല, വിട്ടുകളയാനായിട്ട് അതെന്തായാലും ശരി, ജോലിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്ത് വൈസ് നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളും എന്നുള്ള രീതിയിൽ നിലകൊള്ളാതെ ഏതെങ്കിലും ഒരു നല്ല ആശുപത്രിയിൽ നല്ല ഡോക്ടറെ പോയി കാണാം എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിനെയൊക്കെ റിലീസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് തന്നെ ഒരു മാറ്റം വരുന്ന രീതിയിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ പ്രപഞ്ചശക്തിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് നമ്മൾക്ക് സഹായങ്ങൾ തന്ന് നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ സഹായിക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു പെയിനിലൂടെ എല്ലാം ചവിട്ടി നടന്ന് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന എല്ലാ വേദനകളും ഹീലായി അതിനുശേഷം ഒക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ കുന്നിൻ്റെ പുറത്തെത്തുകയും അതിനുശേഷം പിന്നെ നമ്മളുടെ പർപ്പസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് പോവുകയും ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി ഈ 4 രീതിയിലും നമ്മൾ വളരെ കൂളായി, വളരെ കാമായി, വളരെ ബാലൻസ്ഡായി, വളരെ പീസ്ഫുള്ളായിട്ട് നിൽക്കുന്ന സമയത്ത് ആര് അല്ലെങ്കിൽ ഏത് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വന്നാലും നമ്മളുടെ എനർജി ഡിസ്റ്റോർട്ടഡ് ആവില്ല. അതൊരു ഡിവിനിറ്റിയിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ മസ്കുലിൻ ഫെമിനിൻ എനർജി വളരെ ബാലൻസ്ഡ് ആക്കിക്കൊണ്ട്
ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ആ ഒരു എനർജി ലെവലിൽ അത്തരത്തിൽ വളരെ സ്റ്റേബിളായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഈ പറയുന്ന പോസിറ്റീവ് സൈഡിലുള്ള പല കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ലൈഫ് പർപ്പസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു ഹീലർ അല്ലെങ്കിൽ ഒരു എംപാത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അസ്ട്രോളജിയൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ ടാരറ്റ് റീഡിങ്, അങ്ങനത്തെ ഗൈഡൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ പഠിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥം മറ്റ് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ആ ഒരു അറിവിൻ്റെ അല്ലെങ്കിൽ ഭക്തിയുടെ അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ആ ഒരു വെളിച്ചം അവരിലേക്ക് പകർന്നു കൊടുക്കുക. എന്തായാലും ശരി, അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് പോകാനൊക്കെ ഈ നമ്പർ 11 അല്ലെങ്കിൽ 1ൻ്റെ ആ ഒരു പാറ്റേൺ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ മാസ്റ്റർ നമ്പർ 11 ആയിട്ടുള്ളവരിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിക്ഷിപ്തമാണ്. അവരുടെ സോളിനകത്ത് ഇത്രയും കാര്യങ്ങൾ നിക്ഷിപ്തമാണ്. അപ്പം നമ്മൾ അത്തരത്തിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കാർമിക് സൈക്കിള് ഒരു കംപ്ലീഷൻ വരുത്തി പുതിയൊരു സൈക്കിൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ജീവിച്ച് തുടങ്ങി ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ ഉള്ളിലുള്ള ട്രോമാസ് എല്ലാം ഹീലായി നമ്മൾ ലൈഫ് പർപ്പസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ പോസിറ്റീവ് സൈഡിലുള്ള എല്ലാ ക്വാളിറ്റീസും നമ്മളിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അവരിൽ നിക്ഷിപ്തമായതുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം എനിക്കത് പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിന് ഇത്ര ആൾക്കാരില്ലേ, അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ ഇവരെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകില്ലേ, നഷ്ടപ്പെട്ടു പോകില്ലേ, ഞാൻ ഒറ്റപ്പെട്ടു പോകില്ലേ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് അത് നമ്മൾ വിട്ട് കളഞ്ഞു. ഒരാഴ്ച കഴിയുമ്പം അടുത്ത ഓപ്പർച്യൂണിറ്റി വരും. പക്ഷേ പിന്നെ വരുന്ന ഓപ്പർച്യൂണിറ്റിക്ക് ശക്തിയേറിയതായതുകൊണ്ട് അതിൻ്റെ കിട്ടുന്ന ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഉള്ളിലിരിക്കുന്ന സോളിന് എന്ത് വേണോ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഉള്ള എല്ലാ ശക്തിയും അതിനുണ്ട്. അതിപ്പോൾ നമ്മളെ ഒരു റിമോട്ട് പോലെ അല്ലെങ്കിൽ ഒരു പോയിന്റർ പോലെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം പെയിൻ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ട്രിഗറിങ് അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതിൽ നല്ലതുപോലെ തിരിച്ചറിവ് കിട്ടുമ്പോൾ നമ്മൾ പ്രപഞ്ചശക്തിയോട് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മളെ തന്നെ ആ ഒരു ശക്തിയിലേക്ക് സറണ്ടർ ചെയ്താൽ നമുക്ക് കുറച്ച് യാതനകൾ അനുഭവിച്ചുകൊണ്ട് ആ ഒരു ഡിവൈൻ ഗൈഡൻസും പ്രൊട്ടക്ഷനും ഒക്കെ കിട്ടിക്കൊണ്ട് നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ലൈഫ് വളരെ അമേസിംഗ് ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.